ആലുവ എടത്തലയിൽ രാസലഹരിയുമായി യുവാവും യുവതിയും പിടിയിലായി. മണലിമുക്കിലുള്ള ലോഡ്ജിൽ നിന്നും 60 ഗ്രാം MDMAയും 15 ഗ്രാം കഞ്ചാവുമാണ് പിടിച്ചെടുത്തത്. മാഞ്ഞാലി സ്വദേശി ഷാറൂഖ് സലീം, മണാർക്കാട് സ്വദേശി ഡോണ പോൾ എന്നിവരാണ് പിടിയിലായത്. റൂറൽ ജില്ലാ ഡാൻസാഫും എടത്തല പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. മുറിയിൽ ബാഗിൽ പ്രത്യേക അറയിലാണ് ലഹരി സൂക്ഷിച്ചിരുന്നത്. ഇവരിൽ നിന്ന് മയക്കുമരുന്ന് വാങ്ങുന്നവരെക്കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചു. വയനാട്ടിൽ MDMAയും കഞ്ചാവുമായി യുവാവ് പിടിയിലായി. ചുള്ളിയോട് മംഗലക്കാപ്പ് സ്വദേശി മുഹമ്മദ് ഷിനാസിനെയാണ് ലഹരി വിരുദ്ധ സ്ക്വാഡും നൂൽപ്പുഴ പോലീസും പിടികൂടിയത്. കഴിഞ്ഞ ദിവസം ഷിനാസ് വാടകയ്ക്ക് താമസിക്കുന്ന നെന്മേനി തവനിയിലുള്ള വീട്ടിൽ നിന്നാണ് ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തത്. കോഴിക്കോട് താമരശ്ശേരിയിൽ മെത്താഫിറ്റമിനുമായി യുവാവ് എക്സൈസിന്റെ പിടിയിലായി. താമരശ്ശേരി എക്സൈസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് 20 ഗ്രാമിലധികം മെത്താഫിറ്റമിനുമായി പ്രതി പാറച്ചാലിൽ മുഹമ്മദ് ഷാഫിയെ പിടികൂടിയത്. എലാറ്റിൽ വെച്ചായിരുന്നു പ്രതിയുടെ വാഹന പരിശോധന. ബാംഗ്ലൂരിൽ നിന്ന് മാരക ലഹരി എത്തിച്ച് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വിൽപ്പന നടത്തുന്നതാണ് പ്രതിയുടെ രീതി. ഇതിനു മുൻപും ഷാഫി ലഹരി കേസുകളിൽ പ്രതിയായിട്ടുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. പെരുമ്പാവൂർ ഭായി കോളനിയിൽ എക്സൈസ് നടത്തിയ പരിശോധനയിൽ ഹെറോയിനുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിലായി. പശ്ചിമബംഗാൾ സ്വദേശി സുജൻ സർക്കാരാണ് കുന്നത്തുനാട് എക്സൈസിന്റെ പിടിയിലായത്. ഇയാളിൽ നിന്ന് 11.5 ഗ്രാം ഹെറോയിനാണ് പിടിച്ചെടുത്തത്. അതിഥി തൊഴിലാളികൾക്ക് വിൽപ്പന നടത്തുക എന്ന ലക്ഷ്യത്തോടെ പ്ലാസ്റ്റിക് കവറിനുള്ളിലാണ് ഹെറോയിൻ സൂക്ഷിച്ചിരുന്നത്. ഇത് ചെറിയ ഡപ്പികളിലാക്കി ഡപ്പി ഒന്നിന് 1000 രൂപ മുതലുള്ള നിരക്കിലായിരുന്നു ഇയാൾ വിൽപ്പന നടത്തിയിരുന്നത്. ബാലുശ്ശേരിയിൽ വിവിധ ഭാഗങ്ങളിൽ സ്ഥിരമായി കഞ്ചാവ് വിൽപ്പന നടത്തുന്ന പ്രതിയും പിടിയിലായി. നളേരിക്കുഴിയിൽ ശിവദാസിനെയാണ് ബാലുശ്ശേരി സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. പരിശോധനയിൽ 210 ഗ്രാം കഞ്ചാവ് പ്രതിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. പ്രതി താമസിക്കുന്ന വാടക വീട്ടിൽ ചെറുപൊതികളിലാക്കി കഞ്ചാവ് വിൽപ്പന നടത്തുന്നുണ്ട് എന്ന രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പോലീസിന്റെ നടപടി. യുവാക്കൾക്ക് കഞ്ചാവ് എത്തിക്കുന്നവരിൽ പ്രധാനിയാണ് ശിവദാസനെന്നും പോലീസ് വ്യക്തമാക്കി.